മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി സ്വദേശത്തും വിദേശത്തും പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുന്ന മക്കളിലേക്ക് ഇതാ വചനം വരികയാണ്. യേശു ചോദിക്കുകയാണ്, നിനക്ക് എന്തു പറ്റി? നിൻ്റെ കണ്ണുകളിൽ കണ്ണീരുണ്ടല്ലോ, നിൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടല്ലോ. നിനക്കൊക്കെ സന്തോഷമുണ്ടായാലേ എനിക്ക് സന്തോഷമുണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിലവരുടെ തോളിൽ തട്ടുന്നു. ഒരുപക്ഷെ തെറ്റ് ചെയ്തിട്ടായിരിക്കാം, ഒരുപക്ഷെ കടക്കണിയായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ചുമലിൽ തട്ടിക്കൊണ്ട് ഈശോ പറയുന്നു. ഇതാ വചനം തരുന്നു. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം. അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും നിന്റെ അധരം ജയാരവം കൊണ്ടും നിറയ്ക്കും. എന്ത് മനോഹരമായ വാക്യമാണല്ലേ. വിഷമിച്ചിരിക്കുന്നവരോട് പറയാണ്, എത്ര നാളായി നിങ്ങളൊക്കെ ഒന്ന് യഥാർത്ഥത്തിൽ ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട്? വീട്ടിലോ ജോലി സ്ഥലത്തോ എന്ത് പറ്റിയേ? കഥ നമ്മോട് പറയുകയാണ്, നമ്മിലുള്ള കഴിവുകൾ താനെ വളരുകയില്ല. പിന്നെ എന്ത് വേണം? കഴിവുകൾ നമ്മൾ വളർത്തണം. എഴുതാനുള്ള കഴിവ് എഴുതിയല്ലേ വളർത്തേണ്ടത്. പാടാനുള്ള കഴിവ് പാടിയല്ലേ വളർത്തേണ്ടത്. ആദ്യം ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്തുക, അതിനുശേഷം അതിനെ വളർത്താനുള്ള പരിശ്രമം ആരംഭിക്കുക. നമ്മുടെ സന്തോഷം, നമ്മുടെ ആനന്ദം, ആത്മവിശ്വാസം ഇത് പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ടതുള്ളതാണ്. പല പ്രാവശ്യം ആവർത്തിച്ച് ഈ സുഹൃതങ്ങൾ ഇത് നമ്മൾ ആർജിച്ചെടുക്കണം. ഞാൻ നശിക്കാൻ കാരണം നീയാണെന്നല്ലേ പറയുന്നത്. ഞാൻ കോപിക്കാൻ കാരണം നിങ്ങളാണെന്നല്ലേ പറയുന്നത്. ഞാൻ തോൽക്കുവാൻ കാരണം എൻ്റെ മാതാപിതാക്കന്മാരാണെന്നല്ലേ പറയുന്നത്. ഞാൻ മദ്യപിക്കാൻ കാരണം നീയാണെന്നല്ലേ പറയുന്നത്. നിങ്ങളാണെന്ന് പറയുന്ന ഈ അവസ്ഥ മാറ്റി സ്വന്തം ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കണം. നിന്റെ ഉത്തരവാദിത്തം അനുസരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ടല്ലേ തിന്മയുടെ വിളയാട്ടം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അറിയാമോ? ദൈവം എല്ലാവരും സന്തോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പൗലോസിലെ പറയുന്നു, വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ചെയ്യുക. നിങ്ങൾ ഗാനാലാപം നടത്തുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ദൈവവചനം ശ്രവിക്കുമ്പോഴും സന്തോഷത്തോടെ ചെയ്യുക. വചനം ഓർമ്മപ്പെടുത്തുന്നു, ദൈവം സർവരിലും പൊട്ടിച്ചിരിയും ജയ ആരവത്തിൻ്റെ സാധ്യതകളും നിറച്ചു തരികയാണ്. ഏറ്റുവാങ്ങുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ പുഞ്ചിരിക്കുന്ന യേശു ആണിപ്പാടുള്ള കരനീട്ടി അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കൂട്ടായ്മയോടും ഈ സ്നേഹ കൂട്ടായ്മ പങ്കുവെക്കുന്ന, ഷെയർ ചെയ്യുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.